ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കട്ലറ്റാണ്. അത് സോയാബീൻ ചങ്ക്സ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിട്ടുള്ളവരും ഉണ്ട്, ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു അടിപൊളി കട്ലറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അത്യാവശ്യം ഒരു വലിയ കപ്പോളം സോയാബീൻ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലുതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2-2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം സോയാബീൻ നല്ലതുപോലെ മുങ്ങിക്കിടക്കണം, അതാണ് അളവ്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ തിളപ്പിക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള സവാള, ഇതിപ്പോൾ ഞാൻ ഒരു ചെറിയ സവാള എടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും എടുത്തിട്ടില്ല. ഒരു സവാള കഴുകി അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ആണെങ്കിലും ഒരു വലിയ കഷ്ണം, അതേപോലെ ഇഞ്ചിയും ഒരു വലിയ കഷ്ണം, പച്ചമുളക് 2 വലുത്, ഇതെല്ലാം കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക. നല്ലതുപോലെ അരഞ്ഞ് കിട്ടണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. അതിനുശേഷം ചതച്ചെടുത്തിട്ടുണ്ട്, നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ സോയാബീനൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നല്ലതുപോലെ വെന്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ നോക്കുക, നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു അരിപ്പയിലേക്ക് ഇട്ട് ആ വെള്ളമെല്ലാം നിങ്ങൾ വാർത്ത് കളയുക. വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞ് 1-2 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുമ്പോൾ ഇതേപോലെ ഒരു നല്ല പേസ്റ്റ് അല്ല, ഒന്ന് ചതഞ്ഞ് ഒരു ക്രഷ് ചെയ്ത ഒരവസ്ഥ, അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ചേർക്കുക. അതിലേക്ക് ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കടലമാവാണ്. കടലമാവ് നമ്മൾ ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർക്കാം. അതിന് ശേഷം നിങ്ങൾ നോക്കുക, അളവനുസരിച്ച് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ഇടുന്ന മസാലപ്പൊടിയാണ്. അതിന് ശേഷം മുളക് പൊടി ഇടുകയാണ്. സാദാ മുളക് പൊടിയോ കാശ്മീരി മുളക് പൊടിയോ ഇടാം. അതേപോലെ ഉപ്പ് ചേർക്കുകയാണ്, മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ കൈ വെച്ച് നല്ലതുപോലെ കുഴച്ച് നോക്കുക, കയ്യിലൊട്ട് പിടിക്കാതിരിക്കുക. അതാണ് പരുവമെന്ന് വെച്ചാൽ കയ്യിലൊട്ട് പിടിക്കരുത്. അങ്ങനെയാണെങ്കിൽ കുറച്ച് കടലമാവ് കൂടി ഇട്ട് നിങ്ങൾ കുഴച്ചെടുത്താൽ മതി. അതിനുശേഷം അത് ബോളാക്കാൻ പറ്റുന്നുണ്ടോ, കൈ കൊണ്ട് നമുക്ക് ഉരുട്ടി ഒരു ബോൾ ഷേപ്പിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ഇടാം, അത് നിങ്ങളുടെ ഓപ്ഷനാണ്. അതിനുശേഷം നമുക്കിത് ഒരു കട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ആദ്യം ഞാനൊരു റൗണ്ട് ഷേപ്പ് ആക്കി, അതിന് ശേഷം പിന്നെ അത് കട്ലറ്റ് ഷേപ്പ് ആക്കാമെന്ന് വിചാരിച്ചു. അത് നിങ്ങളുടെ ഇഷ്ടം. അതിനുശേഷം പാൻ നല്ലതുപോലെ ചൂടാവുക. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട്